നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ബീവറേജസിന് മുന്നിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവം. ഒരാൾ അറസ്റ്റിൽ. കൈതച്ചിറ സ്വദേശി ഗഫൂർ എന്ന ഖാദറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പ്രതി സാജന് വേണ്ടി തിരച്ചിൽ ഊർജിതം. യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ മണ്ണാർക്കാട് ബീവറേജസ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം. ഔട്ട്ലെറ്റിന്റെ ഗേറ്റ് താഴിട്ട് പൂട്ടാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. ഷൊർണൂർ കവളപ്പാറയിൽ സ്ത്രീയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 56-കാരിയായ പ്രമീളയാണ് മരിച്ചത്. രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് 4 ദിവസത്തോളം പഴക്കം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് ഇനി പുതിയ മുഖം. OP കാഷ്വാലിറ്റി ബ്ലോക്കുകളുടെ ഉദ്ഘാടനം 18-ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. 11.36 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് ഷിഫ്റ്റുകൾ കൂട്ടാൻ ഇഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുന്നു. നിർമ്മാണ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. 50 ലക്ഷം രൂപ ചെലവിലാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റിന് മുമ്പിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കൈതച്ചിറ സ്വദേശി കളത്തിൽ തൊടി ഗഫൂർ എന്ന ഖാദറിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പ്രതി സാജന് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കി. ബുധനാഴ്ച വൈകിട്ടാണ് കോട്ടപ്പാടം അമ്പാഴക്കോട് കിഴക്കേത്തലയ്ക്കൽ അബ്ദുറഹ്മാന്റെ മകൻ 42-കാരനായ ഇർഷാദ് കുത്തേറ്റ് മരിച്ചത്. ബീവറേജസ് ഔട്ട്ലെറ്റിന് താഴെ വെള്ളം വിൽപ്പന നടത്തുന്ന ബവാസിനൊപ്പം നിൽക്കുകയായിരുന്നു ഇർഷാദ്. ബൈക്കിലെത്തിയ കൈതച്ചിറ സ്വദേശികളായ സാജനും ഗഫൂറും വെള്ളം വാങ്ങുകയും പണം ചോദിച്ചപ്പോൾ ബവാസിനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. ഇതിൽ ഇടപെട്ടതോടെ ഇർഷാദിനെ മദ്യക്കുപ്പി പൊട്ടിച്ച് കുത്തുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ഇർഷാദ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. സംഭവത്തിന് ശേഷം പ്രതികൾ ഇരുവരും ഒളിവിൽ പോയെങ്കിലും ഗഫൂറിനെ പിടികൂടി. പ്രതികൾ ബവാസിനെ മർദ്ദിക്കുന്നതിന്റെയും ഇർഷാദിനെ കുപ്പി ഉപയോഗിച്ച് കുത്തുന്നതിന്റെയും CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളാണ് പ്രതികളെ തിരിച്ചറിയാൻ പോലീസിനെ സഹായിച്ചത്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വൈകിട്ടോടെ അമ്പാഴക്കോട് ജുമാ മസ്ജിദിൽ ഖബറടക്കി. യുവാവ് കുത്തേറ്റ് മരിച്ച മണ്ണാർക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. ഔട്ട്ലെറ്റിന്റെ ഗേറ്റ് താഴിട്ട് പൂട്ടാനുള്ള ശ്രമം പോലീസ് തടഞ്ഞതാണ് രൂക്ഷമായ ഉന്തലും തള്ളിലും കലാശിച്ചത്. പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. ആളെ കൊല്ലുന്ന മദ്യം ലഹരിയാണെന്നും നഗരത്തിലെ മദ്യഷാപ്പ് അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഔട്ട്ലെറ്റിന് മുൻപിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇതോടെ ഉന്തും തൊള്ളും തുടങ്ങി. 1 മണിക്കൂറോളം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നഗരത്തിലെ ഔട്ട്ലെറ്റ് പൂട്ടും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഒരാൾ കൊല്ലപ്പെട്ട് 24 മണിക്കൂറിന് മുൻപ് മദ്യഷാപ്പ് തുറക്കാൻ സൗകര്യം ചെയ്തുവെന്നാരോപിച്ച് പോലീസിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യം വിളികളാണ് ഉയർന്നത്. പ്രതിഷേധ യോഗം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കൊൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിൽ മദ്യവും ലഹരിയുമെല്ലാം വ്യാപകമായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. എന്നാൽ മദ്യത്തെയും ലഹരിയെയും രണ്ടാക്കി തിരിച്ച്
ലഹരിക്കെതിരെ ശക്തമായി സമരവുമായി സംസ്ഥാന ഗവൺമെന്റും ആ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്നവരും നടത്തുമ്പോൾ ആ ലഹരിയിലേക്ക് സമൂഹത്തെ, വിദ്യാർത്ഥികളെ, യുവാക്കളെ കൊണ്ടുപോകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മദ്യം നിരോധിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മദ്യത്തിന്റെ വിപണനം കുറച്ചു കൊണ്ടുവരാനോ അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാനോ നമ്മുടെ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെയുള്ള മറ്റു സംഘടനകളും തയ്യാറാവാത്തതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചത്. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പഴേരി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്ത് ബിവറേജ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുമ്പോൾ അതിന് പെർമിഷൻ കൊടുക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണോ എന്ന് MSF മണ്ഡലം പ്രസിഡന്റ് TK സഫ്വാൻ ചോദിച്ചു. സമയത്ത് മദ്യങ്ങളുടെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറക്കുമ്പോൾ ഈ 9 വർഷം കൊണ്ട് വലിയ വർധനമാണ് മണ്ണാർക്കാട് പോലും ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഈ സമരത്തിലൂടെ ഈ സർക്കാരിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പുതുതായി തുറന്ന കാഞ്ഞിരത്ത് ഔട്ട്ലെറ്റ് പൂട്ടാൻ പുതിയ റോഡ് വരുന്ന സാഹചര്യത്തിൽ ആ ഔട്ട്ലെറ്റിന് പഴയ കെട്ടിടം നഷ്ടപ്പെട്ടു. പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ നിൽക്കുകയാണ്. അതിന് പുതിയ കെട്ടിടത്തിൽ പെർമിഷൻ കൊടുക്കാതിരിക്കാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മൂവിന്റെ ആദ്യ മീറ്റിംഗ് നടക്കുന്നത് മണ്ണാർക്കാട് റൂറൽ ബാങ്കിലാണ്. ആ മണ്ണാർക്കാട് റൂറൽ ബാങ്കിന്റെ സഹസ്ഥാപനമായി പ്രവർത്തിക്കുന്ന ആറിലെ ബീർ ആൻഡ് വൈൻ പാർലർ പൂട്ടിക്കാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് മൂവ് സംഘടനയോട് ചോദിക്കാനുള്ളത്. ആ മൂവ് സംഘടന പറഞ്ഞ മദ്യവും മയക്കുമരുന്നും കാരണമുണ്ടായ ഈ സംഗതിയെ മാനിച്ചിട്ടെങ്കിലും ഈ 2 ഔട്ട്ലെറ്റുകളും പൂട്ടിക്കാൻ നിങ്ങൾ സമരം നടത്താൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ആ റൂറൽ ബാങ്കിന്റെ സഹസ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന അത്തരം സംഗതികളുടെ ആളുകളും കൂടി ആ മൂവ് സംഘടനയിൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത്തരക്കാരെയും നിങ്ങളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമോ എന്നുള്ള രാഷ്ട്രീയ ചോദ്യം ചോദിക്കാനാണ് ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. ജില്ലാ യൂത്ത് ലീഗ് ഭാരവാഹികളായ നൌഷാദ് വെള്ളപ്പാടം, CK സദകുത്തുള്ള, സൈനുദ്ദീൻ കൈതച്ചിറ, ഷമീർ മണലടി, ഷമീർ നമ്പ്യത്ത് എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് മണ്ഡലം ഭാരവാഹികളായ സമദ് പൂവക്കോടൻ, ഷൗക്കത്ത് കുറ്റാനിക്കാട്, സമദ് വേളക്കാടൻ, നൌഷാദ് പടിഞ്ഞാറ്റി, പടുവിൽ മനു, റഹീം ഇരുമ്പൻ, ഹാരിസ് കോൽപ്പാടം, നിജാസ് ഒതുക്കമ്പുറത്ത്, മുഹമ്മദ് മോസിൻ, TK സ്വാലിഹ് എന്നിവർ നേതൃത്വം നൽകി. ഷൊർണൂർ കവളപ്പാറയിൽ സ്ത്രീയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്പലത്തൊടി വിഷ്ണു നിവാസിൽ 56-കാരിയായ പ്രമീളയാണ് മരിച്ചത്. 4 ദിവസം പഴക്കമുണ്ടെന്ന് തോന്നിക്കുന്ന മൃതദേഹത്തിൽ നിന്നും രക്തം വാർന്നുപോയി വീടിനുള്ളിൽ തളം കെട്ടിയ നിലയിലാണ് കാണപ്പെട്ടത്. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത്. കവളപ്പാറ കിഴക്കേത്രാങ്ങാലി റോഡിൽ അമ്പലത്തൊടി വിഷ്ണു നിവാസിൽ 56-കാരിയായ പ്രമീളയാണ് മരിച്ചത്. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി പ്രമീളയെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്നാണ് ബന്ധുക്കൾ അയൽവാസികളെ ബന്ധപ്പെടുന്നത്. അയൽവാസികൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ 2 വാതിലുകളും ഉള്ളിൽ നിന്നും അടച്ച നിലയിലായിരുന്നു. വീടിനുള്ളിൽ നിന്നും ദുർഗന്ധവും പുറത്തു വന്നിരുന്നു. പിന്നീട് ബന്ധുക്കളും അയൽവാസികളും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഷൊർണൂർ ഇൻസ്പെക്ടർ രവികുമാറും സംഘവും സ്ഥലത്തെത്തി വാതിൽ പൊളിച്ച് ഉള്ളിൽ കടന്നു നോക്കിയപ്പോഴാണ് പ്രമീളയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. മൃതദേഹത്തിൽ നിന്നും രക്തം വാർന്ന വീടിനുള്ളിൽ തളം കെട്ടി കിടന്നിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ OP കാഷ്വാലിറ്റി ബ്ലോക്കുകളുടെ ഉദ്ഘാടനം 18-ന് നടക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. കിഫ്ബി ഫണ്ട് 11.36 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. OP കാഷ്വാലിറ്റി, ഡയഗ്നോസ്റ്റിക്സ് ലാബ്, ECG തുടങ്ങിയ സൗകര്യങ്ങൾ ആയിരിക്കും പുതിയ ബ്ലോക്കിലുണ്ടാകുക. 18,804 സ്ക്വയർ മീറ്ററിൽ 3 നിലകളിലായാണ് കെട്ടിടം സജ്ജമാക്കിയിരിക്കുന്നത്. 1943 ഗവൺമെൻറ് ഡിസ്പെൻസറിയായാണ് താലൂക്ക് ആശുപത്രിയുടെ തുടക്കം. 1200-ലധികം പേരാണ് പ്രതിദിനം OPയിൽ ചികിത്സയ്ക്ക് എത്തുന്നത്. പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മെയ് 18 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. പാർക്കിംഗ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളോടെയും ആരംഭിക്കുന്ന പുതിയ ബ്ലോക്ക് പുതിയ മുഖച്ഛായ തന്നെ താലൂക്ക് ആശുപത്രിക്ക് നൽകും. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് ഷിഫ്റ്റുകൾ കൂട്ടാൻ ഇഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 50 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ETP നിർമ്മിക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. 9 ഡയാലിസിസ് മെഷീനുകളിലുള്ള പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രത്തിൽ ദിവസവും 24 ഡയാലിസിസുകളാണ് നടത്തുന്നത്. ഇത്രയും ഡയാലിസിസ് നടത്തുന്നത് മൂലം പ്രതിദിനം വലിയ തോതിൽ മലിനജലമാണ് പുറത്തുവിടുന്നത്. ഇത് പരിഹരിക്കാൻ 10,000 ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ സാധ്യമാകുന്ന ആധുനിക പ്ലാന്റ് നിർമ്മിക്കും.
ജലം പുനരുപയോഗം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള നൂതന അൾട്രാ ഫിൽട്രേഷൻ ടെക്നോളജി ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുക. പ്ലാന്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ, ഡോക്ടർ AK റൌഫ്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷ നസീബ അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TP ഹാരിസ്, റഹ്മത്തുനീസ, HMC അംഗങ്ങളായ AK നാസർ, ഹംസ പാലൂർ, കുറ്റീരി മാനുപ്പ, ഡോക്ടർ VU സീതി, വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ, RMO ഡോക്ടർ ദീപക് K വ്യാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മാനദണ്ഡങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ശുചിത്വ മിഷൻ അംഗീകാരത്തിനും വിധേയമായി ഗവൺമെന്റ് അക്രഡിറ്റഡ് ഏജൻസിയായ IRTCക്കാണ് പ്ലാന്റിന്റെ നിർമ്മാണ ചുമതല. പ്ലാന്റ് യാഥാർത്ഥ്യമായാൽ കൂടുതൽ പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ സാധ്യമാകും. ഇടവേള. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 8, 10 വാർഡുകൾ പ്രവർത്തന മേഖലയായുള്ള മണ്ണമ്പറ്റ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് സ്വന്തം കെട്ടിടമായി. സംഘത്തിന്റെ കൈവശമുള്ള 5 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം K പ്രേംകുമാർ MLA നിർവഹിച്ചു. K പ്രേംകുമാർ MLA 2022-2023 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സംഘത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 2001 പ്രവർത്തനം ആരംഭിച്ച സംഘത്തിന് മണ്ണമ്പറ്റ, കുളക്കാട്ടുകുറിശി, പുളിയക്കാട്ട് തെരുവ്, പുഞ്ചപ്പാടം എന്നീ 4 സംഭരണ കേന്ദ്രങ്ങൾ വഴി 150ലധികം കർഷകരിൽ നിന്നായി 700 ലിറ്ററിലധികം പാലളക്കുന്ന സംഘങ്ങളായി വളരാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ചടങ്ങിൽ അധ്യക്ഷയായി. കാലിത്തീറ്റ ഗോഡൌണിന്റെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക നിർവഹിച്ചു. മുൻകാല പ്രസിഡന്റുമാരായ P അരവിന്ദാക്ഷൻ, C ശങ്കരൻ എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി ചെയർമാൻ P സുബ്രഹ്മണ്യൻ ആദരിച്ചു. മുതിർന്ന കർഷകരെ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ ഡോക്ടർ MA ശ്യാമയും, യുവ കർഷകരെ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷ VK രാധികയും, ഗുണമേന്മയുള്ള പാലളക്കുന്ന കർഷകരെ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിര സമിതി ചെയർമാൻ C ഹരിദാസനും, കൂടുതൽ പാലളക്കുന്ന കർഷകരെ വാർഡ് അംഗം KK ലിനിയും ആദരിച്ചു. ചടങ്ങിൽ ക്ഷീരസംഘം പ്രസിഡന്റ് T നീലകണ്ഠൻ, വാർഡംഗങ്ങളായ C ജയശ്രീ, C ലീല, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MC വാസുദേവൻ, ശ്രീകൃഷ്ണപുരം ക്ഷീരസംഘം പ്രസിഡന്റ് MV അയ്യപ്പൻ, സംഘം സെക്രട്ടറി N ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് PMKSY പദ്ധതി അവസാന ഘട്ടത്തിലേക്ക്. പദ്ധതിയുടെ 3ാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം പ്രസിഡന്റ് AK മുസ്തഫ നിർവഹിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയുടെ 3ാം ഘട്ട പ്രവൃത്തികൾക്ക് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E സയീദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 3ാം ഘട്ടത്തിൽ ആദ്യം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വഴിപ്പാറ, കല്ലിങ്ങൽ, ചീനിക്കൽ ചോല കുളം നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കും. അങ്ങാടിപ്പുറം തിരുമാത്താംകുന്ന് ക്ഷേത്രത്തിന് സമീപത്തെ റോഡിനോട് ചേർന്ന് അൽപ്പാക്കുളം ഉൾപ്പെടെയുള്ള 18 പരമ്പരാഗത ജലസ്രോതസ്സുകളാണ് ഈ ഘട്ടത്തിൽ പുനരുദ്ധരിക്കുക. 3.25 കോടി രൂപ ഇതിനായി നീക്കിവച്ചിട്ടുണ്ടെന്ന് നിർവഹണ സമിതിയുടെ ചെയർമാൻ കൂടിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ പരമ്പരാഗത ജലാശയങ്ങൾക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. സംസ്ഥാനതല സമിതിയുടെ അംഗീകാരം നേടി പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2024-2025 വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപ വകയിരുത്തി വാട്ടർ ATM പദ്ധതി നടപ്പിലാക്കി. വാട്ടർ ATM സ്ഥാപിച്ചതിൻ്റെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് സുനിത ജോസഫ് നിർവഹിച്ചു. ഇനിയും കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭരണസമിതി നമ്മളെ മാസങ്ങൾ എണ്ണി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ഓരോ പ്രവർത്തനത്തിലും നമുക്കൊരു കൂട്ടായ ശ്രമത്തിലൂടെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇതുവരെ ചെയ്തു തന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരണങ്ങൾക്കും ഈ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കോമ്പൗണ്ടിലും കടമ്പഴിപ്പുറം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലുമാണ് വാട്ടർ ATM സ്ഥാപിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് 1 രൂപ കോയിൻ നിക്ഷേപിച്ചാൽ 1 ലിറ്റർ വെള്ളം ലഭ്യമാകുന്ന രീതിയിലാണ് വാട്ടർ ATMന്റെ പ്രവർത്തനം. പഞ്ചായത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സൈതാലി അധ്യക്ഷത വഹിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക, വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിര സമിതി ചെയർപേഴ്സൺ വി കെ രാധിക, ഒ ശ്രീകുമാരി, ടി ഷീജ, എം കെ പ്രദീപ്, ലിനി, ജയശ്രീ, എം കെ ദ്വാരകാനാഥൻ, സി ഹരിദാസൻ, ലീല, സുമതി, ഗിരിജ എന്നിവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കെ പ്രേംകുമാർ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. നമ്മുടെ നാടിന്റെ വ്യത്യസ്ത മേഖലകളിലെ മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും സമഗ്രമായി ഇടപെടുന്നത് എന്നതിന്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇന്നിവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുന്ന രാത്രികാല സർവീസ് നടത്തുന്ന ഈ പരിപാടി എന്ന് വളരെ സന്തോഷത്തോടു കൂടി ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട് പല നിലയിൽ മുന്നോട്ട് പോകുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുകയും മൃഗസംരക്ഷണ ക്ഷീരമേഖലയിൽ ജനങ്ങൾക്ക് വീട്ടുപടിക്കൽ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം വെറ്റിനറി കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വിശിഷ്ടാതിഥിയായി. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പ്രീത NR, മൃഗസംരക്ഷണ വകുപ്പ് പാലക്കാട് ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് PG, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സൈതാലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ രാധിക, മെമ്പർ പത്മപ്രിയ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ഗിരിജ, സുമതി, സി ഹരിദാസൻ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ആര്യമ്പാവ് ടൗണിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വെറും വിശ്രമ കേന്ദ്രങ്ങളായി. ആളുകൾ ബസ് കാത്ത് ഇവിടെ നിൽക്കാറില്ല. ടൗണിൽ നിന്നും അല്പം മാറിയാണ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത് എന്നതാണ് കാരണം. ചെർപ്പളശ്ശേരി റോഡ് ചേരുന്ന ഭാഗമായതിനാൽ ദേശീയപാതയുടെ നവീകരണത്തിന് ശേഷം സുരക്ഷ മുൻനിർത്തിയാണ് കേന്ദ്രങ്ങൾ ഇങ്ങനെ സ്ഥാപിച്ചത്. എൻ ഷംസുദ്ദീൻ MLAയുടെ 2014-2015 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ദേശീയപാതയോരത്ത് കോഴിക്കോട് റോഡ് ആര്യമ്പാവിൽ ഈ കാണുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞതല്ലാതെ കേന്ദ്രത്തിൻ്റെ ഉദ്ദേശം ഇന്നുവരെ നടന്നിട്ടില്ല. ഇതിപ്പോൾ ആളുകളുടെ വിശ്രമ കേന്ദ്രം മാത്രമാണ്. കോഴിക്കോട് ചെർപ്പളശ്ശേരി ഭാഗങ്ങളിൽ പോകേണ്ടവർക്കുള്ള ഈ കേന്ദ്രം ഇവിടെ ഉണ്ടെങ്കിലും ജംഗ്ഷനിൽ കടകൾക്ക് മുന്നിൽ നിന്നാണ് ആളുകൾ ഇപ്പോഴും ബസ് കയറുന്നത്. യാത്രക്കാർ കൈയൊഴിഞ്ഞതോടെ ബസ്സുകളും കേന്ദ്രത്തെ അവഗണിച്ചു. സമാന സ്ഥിതി തന്നെയാണ് പാലക്കാട് റോഡിൽ നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെയും. ദേശീയപാതയിലേക്ക് ചെർപ്പളശ്ശേരി റോഡ് ചേരുന്ന ഭാഗമായതിനാൽ ടൗണിൽ വാഹനത്തിരക്കും ആളുകൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങളും ഒഴിവാക്കാനാണ് കേന്ദ്രങ്ങൾ അല്പം മാറ്റി സ്ഥാപിച്ചത്. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ആളുകൾ ഇപ്പോഴും ടൗണിൽ തന്നെയാണ് ബസ് കാത്തു നിൽക്കുന്നത്. ഒരു ബസ്സിൽ നിന്നിറങ്ങി മറ്റൊരു ബസ്സിലേക്ക് യാതൊരു കൂസലുമില്ലാതെയാണ് ദേശീയപാത മുറിച്ച് കടക്കുന്നത്. വാഹനത്തിരക്ക് മൂലം പാതയ്ക്ക് നടുവിൽ ആളുകൾ കുടുങ്ങി നിൽക്കുന്നതും കാണാം. ബന്ധപ്പെട്ട വകുപ്പുകൾ വിഷയത്തിൽ അടിയന്തരമായി ശ്രദ്ധിക്കണം. ബസ്സുകൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് മുന്നിൽ മാത്രം നിർത്താൻ അനുവദിക്കണമെന്ന് ആവശ്യമുയരുമ്പോഴും ഒന്നും നടപ്പാകുന്നില്ല. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള എടത്തനാട്ടുകര കൊടിയംകുന്നിലെ വനിതാ വ്യവസായ കോംപ്ലക്സ് ഒഴിഞ്ഞുകിടക്കുന്നു. പരിപാലനമില്ലാത്തതിനാൽ കെട്ടിടം കാടുമൂടിയിരിക്കുകയാണ്. മറ്റാവശ്യങ്ങൾക്ക് കെട്ടിടം ഉപയോഗപ്പെടുത്തണമെന്ന് പ്രദേശത്തെ പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. 2012 നിർമ്മാണം തുടങ്ങി 2015 ഉദ്ഘാടനം ചെയ്തതാണ് ഇടത്തനാട്ടുകര കൊടിയംകുന്നിലെ വ്യവസായ കോംപ്ലക്സ്. 2018 പ്രളയത്തിൽ പൊൻപാറ ഉപ്പുകുളം ആദിവാസി ഊരിലെ 19 കുടുംബങ്ങളെ കെട്ടിടത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കൈരളിപ്പടിയിൽ വീട് നിർമ്മിച്ചതോടെ 2021 ഇവർ അവിടേക്ക് താമസം മാറി. തുടർന്ന് കെട്ടിടത്തിൽ ആളനക്കമില്ലാതായതോടെ കെട്ടിടം കാണാൻ കഴിയാത്തത്രയും വലുപ്പത്തിൽ ചുറ്റും കാട് മൂടി. ഷട്ടറുകളിലും ചുമരുകളിലും വള്ളിപ്പടർപ്പുകളും കയറിയിട്ടുണ്ട്. വിവിധ കാര്യങ്ങൾക്കായി കെട്ടിടം ഉപയോഗപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ പൊതുപ്രവർത്തകർ രംഗത്ത് വന്നിരുന്നെങ്കിലും ഒന്നിനും നടപടിയായില്ല. കുടുംബശ്രീ, SC/ST വിഭാഗം, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകാൻ ഏകദേശം 1 വർഷം മുന്നേ അപേക്ഷ ക്ഷണിച്ചിരുന്നു. ഒരാൾ 2 മുറിക്കായി അപേക്ഷ നൽകിയെങ്കിലും പിന്നീട് നടപടികളൊന്നും ആയില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ദേശം ഒറ്റത്തവണ പോലും നടന്നിട്ടില്ല. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റ് വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. ലൈഫ് 7ന്റെ മഹാത്ഭുതം ഇനി ഒറ്റപ്പാലത്തും. വമ്പൻ വിലക്കുറവും മികച്ച ഓഫറുകളുമായി ലൈഫ് 7 സൂപ്പർ മാർക്കറ്റ് ഒറ്റപ്പാലത്തും പ്രവർത്തനം ആരംഭിച്ചു. ഷാഫി പറമ്പിൽ MLA ലൈഫ് 7 ഉദ്ഘാടനം ചെയ്തു.
ഒറ്റപ്പാലത്തിന്റെ നഗരത്തിരക്കുകളിൽ നിന്നും മാറി ലക്കിടിയിൽ ലാഡർ സിനിമാസ് കോംപ്ലക്സിലാണ് ലൈഫ് 7 സൂപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ ഷാഫി പറമ്പിൽ MP സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പേര് പോലെ തന്നെയാണ് ലൈവ് 7 സൂപ്പർ മാർക്കറ്റ്. നമ്മുടെ ഒറ്റപ്പാലം ലക്കിടി ലാഡർ സിനിമാസിൽ പുതിയൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന കർമ്മം ജസ്റ്റ് ഇപ്പോൾ നിർവഹിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പേര് പോലെ തന്നെയാണെന്ന് വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾക്ക് വന്ന് കണ്ടാൽ അനുഭവപ്പെടും. വളരെ ലൈവായിട്ടുള്ള, വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഏതാണ്ട് 5000-ലധികം സ്ക്വയർ ഫീറ്റിൽ എല്ലാ ഉൽപ്പന്നങ്ങളും, വീട്ടിലേക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഈ സൂപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ലാഡർ സിനിമാസും ഈ മോളും നമുക്ക് നേരത്തെ അറിയാം. നമ്മുടെ ജില്ലയിൽ തന്നെ, ഈ പരിസര പ്രദേശത്ത് തന്നെ ഏറ്റവും നല്ല തിയേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്കുള്ള ഗെയിം സെന്റർ ഉണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്, പല ഫെസിലിറ്റീസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കംപ്ലീറ്റ് ഒരു ഫാമിലി സെന്റർ ആവാവുന്ന തരത്തിൽ അത്തരം കാര്യങ്ങൾക്ക് വരുമ്പോൾ ഷോപ്പിങ്ങും, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് വരുമ്പോൾ അത്തരം കാര്യങ്ങളും പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റും കൂടെ നമ്മുടെ ലാഡർ സിനിമാസിൽ വന്നിരിക്കുകയാണ്. ലൈവ് 7 എന്നാണ് പേര്. വളരെ ലൈവായിട്ടുള്ള, വളരെ ഫ്രഷ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും വളരെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് തരും. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ട്. വെറും 500 രൂപയുടെ പർച്ചേസ് നടത്തുന്നവരിൽ നിന്ന് കാറും സ്കൂട്ടറും ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഇതിനോടനുബന്ധിച്ച് കുറേ ഇനാഗുറൽ ഓഫേഴ്സ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. കെ പ്രേംകുമാർ MLA മുഖ്യാതിഥിയായി. ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഓഫറുകൾ നൽകി ചെർപ്പശ്ശേരിയിൽ ഏറെക്കാലത്തെ പ്രവർത്തന ശേഷമാണ് ലൈഫ് 7 സൂപ്പർ മാർക്കറ്റ് ഒറ്റപ്പാലത്ത് പുതിയ ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുന്നത്. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ഉപഭോക്താക്കൾക്ക് യഥേഷ്ടം ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള വിപുലമായ സൗകര്യങ്ങൾ ലൈഫ് 7 സൂപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. 5000 സ്ക്വയർ ഫീറ്റിൽ വിവിധ സെഷനുകളിലായി പ്രത്യേകം സജ്ജീകരിച്ച ലൈഫ് 7 സൂപ്പർ മാർക്കറ്റിൽ ലൈവ് കഫേയും ഒരുക്കിയിട്ടുണ്ട്. ലൈഫ് 7-ൽ എല്ലാ ദിവസവും ലഭ്യമാകുന്ന ഓഫറുകൾക്ക് പുറമെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെയ് 15 മുതൽ 21 വരെ ലൈഫ് 7 സൂപ്പർ സേവേഴ്സ് ഓഫറും ലഭ്യമാണ്. ലൈഫ് 7-ൽ നിന്നും 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ബമ്പർ സമ്മാനമായി ടാറ്റ പഞ്ച് കാറും, രണ്ടാം സമ്മാനമായി ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറും, ഗോൾഡ് കോയിൻ ഉൾപ്പെടെയുള്ള മറ്റനേകം സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം ലൈവ് 7-ൽ എത്തിയവർക്കായി നടത്തിയ നറുക്കെടുപ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് 10,000 രൂപയും 3 പേർക്ക് 5,000 രൂപ വീതവും സമ്മാനമായി നൽകി. കൂടാതെ 999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് 1 രൂപയ്ക്ക് 1 കിലോ വലിയ ഉള്ളിയും, 1 രൂപയ്ക്ക് 1 കിലോ തക്കാളിയും, 25 രൂപയ്ക്ക് 1 കിലോ പഞ്ചസാരയും നൽകും. ഉദ്ഘാടന ദിവസം മുതൽ 7 ദിവസത്തേക്ക് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും, 777 രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്നും ആഴ്ചയിൽ 7 പേർക്ക് പ്രത്യേക സമ്മാനങ്ങളും ലൈഫ് 7 ഒരുക്കിയിട്ടുണ്ട്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ രാജേഷ്, ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ്, ഫൗസിയ ഹനീഫ, എസ് ഗംഗാധരൻ, CN വിജയകൃഷ്ണൻ, ഷെഫീഖ് റോയൽ, ബാബു കുടുംബിനി തുടങ്ങിയവരും മറ്റ് സാമൂഹിക, രാഷ്ട്രീയ, വ്യാപാര രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇനി ഷോർട്ട് ന്യൂസ്. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വിനോദയാത്ര സംഘടിപ്പിച്ച് ഏലംകുളം ഗ്രാമപഞ്ചായത്ത്.
മൈസൂരിലേക്കാണ് ഹരിതകർമ്മസേനയുടെ കുടുംബങ്ങൾ അടങ്ങുന്ന 50 അംഗ സംഘം വിനോദയാത്ര പോയത്. തിരക്കിനിടയിൽ 2 ദിവസത്തെ വിനോദയാത്ര ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ആനന്ദവും ഉല്ലാസവും പകർന്നു. പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ കുടുംബങ്ങളടങ്ങുന്ന 50 അംഗ സംഘമാണ് വിനോദയാത്ര പോയത്. മൈസൂരിലേക്കായിരുന്നു വിനോദയാത്ര. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു വിനോദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് അംഗം സ്വപ്ന സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് സെക്രട്ടറി സുനിൽകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ജമീസ് പീറ്റർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജമാലുദ്ദീൻ, കോർഡിനേറ്റർ ഷഫ്ന തുടങ്ങിയവർ പങ്കെടുത്തു. മൈസൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം കണ്ടാണ് സംഘം മടങ്ങിയത്. ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പാതയിൽ 2ഇടത്തായി മുഖ്യമന്ത്രിയുടെയും MLAയുടെയും ഫോട്ടോ പതിപ്പിച്ച വാഴകൾ വച്ചു. പാതയുടെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MK ജയരാജൻ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി N വിജയകുമാർ, നേതാക്കളായ P അശോകൻ, NK കൃഷ്ണൻകുട്ടി, V അനിൽ, അനില രമേശ്, KK ഉണ്ണികൃഷ്ണൻ, P അബ്ദുൾ സലാം, P രാജൻ, V ശശികുമാർ, P കബീർ, ജിഷ്ണു തുടങ്ങിയവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് ബീവറേജസിന് മുന്നിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവം. ഒരാൾ അറസ്റ്റിൽ. കൈതച്ചിറ സ്വദേശി ഗഫൂർ എന്ന ഖാദറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പ്രതി സാജന് വേണ്ടി തിരച്ചിൽ ഊർജിതം. യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ മണ്ണാർക്കാട് ബീവറേജസ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം. ഔട്ട്ലെറ്റിന്റെ ഗേറ്റ് താഴിട്ട് പൂട്ടാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. ഷൊർണൂർ കവളപ്പാറയിൽ സ്ത്രീയെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 56-കാരിയായ പ്രമീളയാണ് മരിച്ചത്. രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് 4 ദിവസത്തോളം പഴക്കം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് ഇനി പുതിയ മുഖം. OP കാഷ്വാലിറ്റി ബ്ലോക്കുകളുടെ ഉദ്ഘാടനം 18-ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. 11.36 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് ഷിഫ്റ്റുകൾ കൂട്ടാൻ ഇഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുന്നു. നിർമ്മാണ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. 50 ലക്ഷം രൂപ ചെലവിലാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.